Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. അപ്പോൾ നമ്മള് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ നമ്പർ ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡ് ആണ് എടുക്കുന്നത്. മെഡിക്കൽ റെക്കോർഡിൽ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മള് ആക്സിഡന്റ് എമർജൻസി സർവീസ് നമ്മള് 24 hours എന്ത് ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്കറിയാലോ. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇവര് ആക്സിഡന്റ് ആയിട്ട് വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് ആക്സിഡന്റ് ആയിട്ട് വരുന്ന കേസുകൾ. അങ്ങനെ കേസുകൾ വരികയാണെങ്കിൽ അത് നമുക്ക് പ്രത്യേകം ഒരു രജിസ്റ്ററിലാണത് കീപ്പ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോ ഇത് ഫില്ല് ചെയ്യേണ്ടത് ഈ ആക്സിഡന്റ് എമർജൻസി കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റ് എമർജൻസി കേസുകൾ ഫയൽ ചെയ്യേണ്ടത് 3 കോപ്പീസ് വേണം ആ ഒരു ഫോം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രീ ആക്സിഡന്റ് എമർജൻസി ഫോം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഒരെണ്ണം നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ സൂക്ഷിച്ചു വെക്കാനാണ്. കാരണം ആക്സിഡന്റ് എമർജൻസി ആണ് കേസ് എങ്കിൽ ചിലപ്പോൾ അത് ലീഗൽ കേസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫസ്റ്റ് കോപ്പി കീപ്പ് ചെയ്യണം. സെക്കൻഡ് കോപ്പി നമ്മൾ മെഡിസിൻ മാറ്റാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് കയ്യിൽ കൊടുത്തു വിടാറുണ്ട്. തേർഡ് കോപ്പി നമ്മൾ പേഷ്യന്റ് കയ്യിൽ സൂക്ഷിച്ചു വെക്കാനാണ് പറയാറ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കും. ബാക്കിയുള്ള 2 ഫോംസ് പേഷ്യന്റും കയ്യിൽ കൊടുക്കാറ്. അത് ആ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കളക്ട് ചെയ്ത് പേഷ്യന്റിന്റെ ഒറിജിനൽ ഫയലായിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെക്കാറാണ് പതിവ്. നമുക്കൊന്ന് നോക്കാം. ആക്സിഡന്റ് എമർജൻസി സർവീസിന്റെ കേസ് നോക്കാം കേട്ടോ. ഓഫ് ദ 3 ആക്സിഡന്റ് എമർജൻസി ഫോം, 3 ഫോംസ് ആണ് ആക്സിഡന്റ് എമർജൻസിയിലുള്ളത്. ദ ഫസ്റ്റ് കോപ്പി ഈസ് ബി കെപ്റ്റ് ഇൻ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തെ കോപ്പി നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. ദ സെക്കൻഡ് കോപ്പി ഈസ് പ്രസന്റഡ് ബൈ ദ പേഷ്യന്റ് ഇൻ ദ ഫാർമസി ടു ഗെറ്റ് മെഡിക്കേഷൻ. നമുക്ക് മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോപ്പി നമ്മൾ ഫാർമസിയിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് തേർഡ് കോപ്പി ഈസ് കെപ്റ്റ് ബൈ ദ പേഷ്യന്റ്. തേർഡ് കോപ്പി പേഷ്യന്റ് കയ്യിലായിട്ട് നമ്മൾ കൊടുക്കാറ്. The second and third copy become the part of the main patient file. ഈ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡും തേർഡ് കോപ്പി പേഷ്യന്റിന്റെ മെയിൻ ഫയല്, മെയിൻ റെക്കോർഡിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്ത് വെക്കും. ഇഫ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ടു ഐദർ ആൻ ഔട്ട് പേഷ്യന്റ് ഓർ ഇൻപേഷ്യന്റ് സർവീസ്. പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആണോ ഇൻപേഷ്യന്റ് ആണോ നോക്കിയിട്ട് എവിടെയാണോ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്ത് വെക്കും. ഓമിക മെഡിക്കൽ റെക്കോർഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 6 ആണ്. Then the first copy is retained in casualty. നമ്മൾ പറഞ്ഞു ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 3 കോപ്പീസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കോപ്പി നമ്മൾ എന്ത് ചെയ്യും? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കാനാണ് പതിവ്. If the patient has a urine record in the hospital and the casualty medical officer wants to inspect the medical record department should pass on the record to him. അപ്പോ നമ്മുടെ ഹോസ്പിറ്റലില് ഈ പേഷ്യന്റിന് ഓൾറെഡി എന്തുണ്ട്? യൂണിറ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ, ഓൾറെഡി നമ്മുടെ പേഷ്യന്റ് ആണ് എങ്കിൽ അദ്ദേഹത്തിന് ആ യൂണിറ്റ് റെക്കോർഡ് നമ്മൾ എടുക്കും, റിട്ടേൺ ചെയ്യും. All the diagnostic and investigation report of the casualty patient are affixed to the casualty form. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്റ് റെക്കോർഡ് വീണ്ടെടുക്കുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് ഡയഗ്നോസിസ് അതേപോലെ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനോ എക്സ്റേ കിട്ടുന്ന റിപ്പോർട്ടുകൾ സാധാരണയായിട്ട് കാഷ്വാലിറ്റി ഫോമിനൊപ്പം അഫക്ട് ചെയ്യും. ഒരുമിച്ച് കാഷ്വാലിറ്റി തന്നെ സൂക്ഷിച്ചു വയ്ക്കും. ഈ പേഷ്യന്റ് എന്ത് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ആവുമ്പോൾ the report become the part of the main file. The patient is referred as either an outpatient or inpatient. അവര് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആയിട്ട് റെഫർ ചെയ്തതിനു ശേഷം നമ്മൾ ആ പേഷ്യന്റിന്റെ റിപ്പോർട്ടും അതേപോലെ കാഷ്വാലിറ്റിയിലുള്ള ഫോം ഒക്കെ നമ്മൾ എന്തിന്റെ പാർട്ടാക്കി മാറ്റും? നമ്മുടെ മെയിൻ ഫയലിന്റെ പാർട്ടാക്കി മാറ്റും. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് ആക്സിഡന്റ് എമർജൻസി സർവീസ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഡ്മിറ്റ് ചെയ്യാറുണ്ട്.
അഡ്മിറ്റ് ചെയ്യാറുണ്ട്, ഔട്ട് പേഷ്യന്റ് ജസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ട് അത് കഴിഞ്ഞ് പോകാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് ഇത്ര ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കേസാണ്. അതുകൊണ്ട് നമ്മൾ 3 കോപ്പീസ് ആണ് ആക്സിഡന്റ് എമർജൻസി ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറ്. ഒന്ന് ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കേണ്ട കോപ്പിയാണ്. സെക്കൻഡ് കോപ്പി നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തു വിടാറുണ്ട്. നമ്മൾ ഫാർമസിയിലെ മെഡിസിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് കോപ്പി യൂസ് ചെയ്യുന്നത്. തേർഡ് കോപ്പി പേഷ്യന്റിന്റെ സ്വന്തമായിട്ട് പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാനാണ് കൊടുക്കാറ്. പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡും തേർഡ് കോപ്പി നമ്മൾ കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന്റെ മെയിൻ ഫയലിനോടൊപ്പം നമ്മൾ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യും. മെയിൻ ഫയലിനോട് ഒപ്പം എന്തെങ്കിലും അറ്റാച്ച് ചെയ്യും. ഇനി ഫസ്റ്റ് കോപ്പി പറഞ്ഞു ഫസ്റ്റ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി ട്രീറ്റ്മെന്റിന് മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് എന്തുണ്ടാവാൻ ചാൻസ് ഇവിടെ യൂണിറ്റ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലുള്ള റെക്കോർഡ് ഉണ്ടാവും. നമ്മൾ ആ റെക്കോർഡ് എന്ത് ചെയ്യും, ആ റെക്കോർഡ് എടുക്കുകയും അത് എന്ത് ചെയ്യും മെഡിക്കൽ ഓഫീസർ വഴി അത് റെക്കോർഡ് എടുക്കുകയും ആ റെക്കോർഡിലേക്ക് നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും കോപ്പീസും അതേപോലെ തന്നെ റിപ്പോർട്ടും കാഷ്വാലിറ്റിയില് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത കോപ്പിയും കൂടെ എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്ത് വെക്കാനാണ് പതിവ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്. ഇതിന് മുന്നത്തെ പാർട്ട് എടുത്തിട്ടില്ലേ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക് എടുത്തിട്ടില്ല? ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുക്കുമ്പോ തന്നെ അത് ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോ ഡേറ്റും ഇന്ന ക്ലാസ്സിൽ പോർഷൻ തീർന്നതാണെന്ന് ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ മോന് മിസ്സായതായിരുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. കാഷ്വാലിറ്റി ആക്സിഡന്റ് എമർജൻസി സർവീസിന്റെ കേസ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി ഓക്കെ ഒന്നോട്ട് പറയാട്ടോ. നമ്മള് ആക്സിഡന്റ് എമർജൻസി സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ആക്സിഡന്റ് എമർജൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ 3 ഫോമുകൾ അത് എന്ത് ചെയ്യും എൻ്റർ ചെയ്യാറാണ് പതിവ്. 3 ഫോമുകൾ 3 ഫയലുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 3 ഫോമുകൾ എൻ്റർ ചെയ്യും. ഫസ്റ്റ് ഫോം നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കും. സെക്കൻഡ് കോപ്പി നമ്മൾ എന്ത് ചെയ്യും ഫാർമസിയിലെ മെഡിസിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ കൈവച്ച് ഫാർമസിയിലേക്ക് കൊടുത്തുവിടാറുണ്ട്. തേർഡ് കോപ്പി പേഷ്യന്റിന്റെ കയ്യിൽ എന്തെങ്കിലും ലീഗൽ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സെക്കൻഡ് തേർഡ് കോപ്പി നമ്മൾ പേഷ്യന്റിന്റെ മെയിൻ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാറുണ്ട് പതിവ്. പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിൽ യൂണിറ്റ് റെക്കോർഡ് ഉള്ള പേഷ്യന്റ് ആണ് മുമ്പ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ റെക്കോർഡിൽ തന്നെയാണ് എന്ത് ചെയ്യാറ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാറ്. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കളക്ട് ചെയ്ത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവരും നമ്മൾ എന്ത് ചെയ്യും ഈ പഴയ റെക്കോർഡ് അല്ലെങ്കിൽ യൂണിറ്റ് റെക്കോർഡിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്ത് വയ്ക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ. ദെൻ അഡ്മിഷൻ ഓഫീസ് ആണ്. The admission office will working in
sorry, the admission office will be in working around the clock. എന്താണ് around the clock എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നതായിരിക്കും എന്ത് അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത്. 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അഡ്മിഷൻ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. And is responsible for admission of the patient. Admission office ആണ് പേഷ്യൻസിന്റെ അഡ്മിഷൻ ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. For the maintenance of bed occupancy board, അപ്പൊ അവര് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് വേക്കന്റ് ഉണ്ട്, അതേപോലെ തന്നെ എത്ര ഓക്യുപ്പൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിഷൻ ഓഫീസ് ആണ് സാധാരണയായിട്ട് ചെയ്യാറ്. അതേപോലെ ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് റിലേറ്റീവ്സ് കൂടെ ഉണ്ടാവില്ലല്ലോ, അപ്പൊ അവരുടെ പേഴ്സണൽ ബിലോങ്സ് ഉണ്ടാവും. പേഷ്യന്റിന്റെ പേഴ്സണൽ ബിലോങ്സ് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്, ഈ അഡ്മിഷൻ ഓഫീസിന്റെയാണ്. എന്ത് അവരുടെ പേഴ്സണൽ തിങ്സ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്, അഡ്മിഷൻ ഓഫീസിന്റെയാണ്. നോക്കാം. The admission office will be working around the clock 24 hours and is responsible for the admission of the patient, for maintenance of the bed occupancy board and for safekeeping of the patient property if there is any absence of patient relatives. Patients in the relatives illata പക്ഷം patients in the belongings അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഭദ്രമായിട്ട് സൂക്ഷിക്കാനുള്ളതാണ് എന്ത് അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തമാണ്. ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. The ward manager is liable for registering the case in admission office within the 2 hours of the patient admission to the ward. നമ്മൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തു, പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് എന്താണ് ആക്സിഡന്റ് എമർജൻസി കേസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കേസാണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ വന്നിട്ടുള്ള പേഷ്യന്റ് അഡ്മിഷൻ എടുത്ത് 2 അവേഴ്സിനുള്ളിൽ 2 അവേഴ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കേസ് പോലീസിനോട് അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആരുടെ ഉത്തരവാദിത്തമാണ് ഡയറക്റ്റ് ലീഗൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളത്? ആരുടെ ഉത്തരവാദിത്തമാണ്? കേസ് രജിസ്റ്റർ ചെയ്യുന്നുള്ളത് വാർഡ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. പേഷ്യൻസ് നമ്മുടെ എന്തെങ്കിലും ലീഗൽ ആക്സിഡന്റ് എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വാർഡ് മാനേജർ എന്ത് ചെയ്യണം, ഈ കാര്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പോലീസിനോട് അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് വരും. ഇനി അബ്സ്കോണ്ട് പേഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കും, നമ്മുടെ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് മിസ്സാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അബ്സ്കോണ്ട് പേഷ്യന്റ് അല്ലെങ്കിൽ മിസ്സിംഗ് പേഷ്യന്റ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്തു, ഓടിപ്പോണ പേഷ്യന്റ് അല്ലെങ്കിൽ ഓടിപ്പോയി പേഷ്യന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ചില പേഷ്യൻസ് ട്രീറ്റ്മെന്റിൽ ഇരിക്കെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അവരൊന്നും പറയാണ്ട് ആരോടൊന്നും പറയാണ്ട് ഇറങ്ങി പോകാറുണ്ട്. അങ്ങനത്തെ പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്കോണ്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ അബ്സ്കോണ്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായി പോയി, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് ഫയലില് പേഷ്യന്റ് റെക്കോർഡ് ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ പേഷ്യന്റ് ഫയലിൽ തന്നെയാണ് എന്താണ് നമുക്ക് മിസ്സായത്, എത്ര സമയം അത് റെക്കോർഡ് ചെയ്യണം, ഡേറ്റും പ്ലേസും ഡേറ്റും സമയവും അതിൽ റെക്കോർഡ് ചെയ്യണം. ഇന്ന ദിവസം ഇന്ന സമയം മുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന പേഷ്യന്റ് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് നോട്ടും ചെയ്യണം, സൈനും ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരാണോ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത്, ട്രീറ്റിംഗ് ഫിസിഷ്യന്റെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ മിസ്സിംഗ് അബ്സ്കോണ്ട് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആ റെക്കോർഡിൽ എഴുതുകയും സൈൻ ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പോലീസിനോട് കൺവേ ചെയ്യും, അറിയിക്കും. പോലീസിനെ വിളിച്ച് അറിയിക്കേണ്ടത് വരും, ഇന്ന പേഷ്യന്റ് ഇന്ന സമയം മുതൽ ഇന്ന ദിവസം ഇന്ന സമയം മുതൽ മിസ്സിംഗ് ആണ്, അപ്പോ ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അവരോട് ആ വിവരം നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. The information about abscond patient who run away must be recorded in patient file with the details regarding the date and the time the patient was found to be missing from the ward. എപ്പോ മുതലാണ് സമയം മുതലാണ് നമ്മുടെ വാർഡിൽ നിന്ന് പേഷ്യന്റ് മിസ്സായിരുന്നുള്ളത് പേഷ്യന്റ് റെക്കോർഡില്, പേഷ്യന്റ് ഫയലിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. The treating physician must note and sign the record properly. Treating physician അത് നോട്ട് ചെയ്യുകയും അത് സൈൻ ചെയ്യും, പ്രോപ്പർ ആയിട്ട് സൈൻ ചെയ്യുകയും വേണം. The matter to be conveyed to the police. എന്നിട്ട് മാത്രമാണ് നമ്മൾ ആ ഫാക്ട് ആരോട് കൺവിൻസ് ചെയ്യുന്നത്,
കൺവേ ചെയ്യേണ്ടത്? പോലീസിന്റെ അടുത്ത് കൺവേ ചെയ്യേണ്ടത്, അറിയിക്കേണ്ടത്. നമ്മൾ എന്താ പറഞ്ഞത്? അബ്സ്കോണ്ടേഷൻ ആണ്. ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായി പോകുന്ന പേഷ്യൻസിനെയാണ് അബ്സ്കോണ്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നമ്മളത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതിന് പകരം റെക്കോർഡ് ചെയ്ത് ആ ട്രീറ്റ്മെന്റ് കൊടുത്ത പേഷ്യന്റ് അതേ ഫയലിൽ തന്നെ എപ്പോൾ മുതലാണ് എന്ന് മുതലാണ് പേഷ്യന്റ് നമ്മുടെ വാർഡിൽ നിന്ന് മിസ്സായതെന്ന് റെക്കോർഡ് നോട്ട് ചെയ്യുകയും അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റിംഗ് ഫിസിഷ്യൻ സൈൻ ചെയ്യുകയും വേണം. എന്നിട്ട് ഈ മാറ്റർ നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ചില പേഷ്യൻസ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഫിസിഷ്യൻ പറഞ്ഞത് കേൾക്കാണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഫിസിഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു 5 ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കണം പറഞ്ഞിട്ട് അത് കേൾക്കാണ്ട് ചില പേഷ്യൻസ് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യും, ഡിസ്ചാർജ് വാങ്ങിച്ചു പോകാറുണ്ട്. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എന്ത് പറയും? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, AMA എന്ന് പറയും. ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചോ, AMA. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന് ഷോർട്ട് ആയിട്ട് AMA എന്ന് പറയും കേട്ടോ. നിങ്ങൾ വേറെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ടാവും AMA നെ കുറിച്ചൊക്കെ കേട്ടോ. The patient who discharged themselves from the hospital against the advice of their treating physician. ആ ട്രീറ്റിംഗ് ഫിസിഷ്യന്റെ അഡ്വൈസ് കൂടാതെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്ന പേഷ്യൻസിനെ who be treated as discharged നമ്മൾ എന്ത് പറയും? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പറയും. ട്രീറ്റിംഗ് ഫിസിഷ്യന്റെ അഡ്വൈസ് ധിക്കരിച്ചുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് പറയാറ്. It should be made sure that the signature of the patient or his or her nearest relative is obtained in specific form. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങിച്ചു പോവാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? സൈൻ ചെയ്ത് വാങ്ങിക്കണം. നമ്മൾ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഫോമില് സൈൻ ചെയ്ത് വാങ്ങിക്കണം. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവണമെന്ന് ആ പേഷ്യന്റ് കയ്യിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഓർ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്ത് വാങ്ങിക്കണം. കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം ഇനി ആ പേഷ്യന്റ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല. കാരണം നമ്മൾ പറഞ്ഞത് അനുസരിക്കാണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്ത് പോയത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്ന ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇനിയാണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ചില സിറ്റുവേഷനിൽ നമ്മുടെ പേഷ്യന്റ് മരണ വാക്മൂലം കൊടുക്കാറുണ്ട്. ആ പേഷ്യന്റ് ഏറ്റവും അവസാനത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരണമൊഴി അല്ലെങ്കിൽ വാക്മൂലം കൊടുക്കാനായിട്ട് പറ്റും, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇത് റെക്കോർഡ് ചെയ്യണതും എവിടെ തന്നെയാണ്? നമ്മുടെ പേഷ്യന്റിന്റെ ഫയലിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പേഷ്യന്റ് റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഈസ് നോട്ട് ആസ് ലീഗൽ റെക്കോർഡ്. ലീഗൽ റെക്കോർഡ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണത്? എഴുതി വാങ്ങിക്കേണ്ടതില്ല. അത് ആരുടെ പ്രസൻസിലായിരിക്കണം? മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കും ഇത് എന്ത് ചെയ്യേണ്ടത്? എഴുതി വാങ്ങിക്കേണ്ടത്. സാധാരണ നമ്മളിങ്ങനെ അവർ പറഞ്ഞിട്ട് അത് കേട്ട് എഴുതല്ല, നമ്മുടെ ഇഷ്ടത്തിന് ലാംഗ്വേജിലല്ല, അവർ എന്താണോ പറയുന്നത് അതേ കറക്റ്റ് രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പേഷ്യന്റ് റെക്കോർഡ് അത് എഴുതി സൂക്ഷിക്കാനായിട്ട്. അതും വിത്ത് ദ പ്രസൻസ് ഓഫ് ആരുടെയാണ്? മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ്. ഇനി മജിസ്ട്രേറ്റ് ഇല്ല, ആബ്സെൻസ് ആണ്. കാരണം മജിസ്ട്രേറ്റിനോട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മജിസ്ട്രേറ്റിന് എത്താനായിട്ട് കുറച്ച് എന്താണ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഈ ഡിക്ലറേഷൻ കൊടുക്കുന്ന പേഷ്യന്റ് അവസ്ഥ അത്ര ക്രിട്ടിക്കലാണ്, നമുക്ക് പറയാൻ പറ്റില്ല. മിനിറ്റ് വരെ ആ പേഷ്യന്റിനെ പിടിച്ചു നിർത്താൻ പറ്റും. നമുക്ക് ഒട്ടും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ നമുക്ക് ഈ ഡിക്ലറേഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് 3 ആൾക്കാരെ നിർബന്ധമായിട്ട് വേണം. ഈ പേഷ്യന്റ് ട്രീറ്റ് ചെയ്ത ഫിസിഷ്യൻ ആണോ? ഫിസിഷ്യനും ട്രീറ്റ് ചെയ്ത നേഴ്സും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ റെപ്രസെന്റേറ്റീവോ, ഇവര് 3 പേര് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്. നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. അപ്പൊ ഈ 3 പേരുടെ പ്രസൻസിലായിരിക്കാം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട്. ഡിക്ലറേഷനോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. Any patient who wants to make the statement before his death, such statement should be recorded in the patient's file in the presence of magistrate. Full stop ആണ് അവിടെ. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആ പേഷ്യന്റിന്റെ മരണത്തിന് മുമ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ്, ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ
റെക്കോർഡ് ചെയ്യുന്നത് പേഷ്യന്റ് ഫയലിൽ ആരുടെ പ്രസൻസിലായിരിക്കും? മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കും. ഇൻ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് ഇല്ലാത്ത പക്ഷം the declaration can be recorded in the presence of 3 persons. 3 വ്യക്തികളുടെ പ്രസൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. That including the treating physician. ആരാണോ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തത്, ആ ട്രീറ്റ് ചെയ്ത ഫിസിഷ്യൻ, നേഴ്സ്, ട്രീറ്റ് ചെയ്ത നേഴ്സ് ആരാണോ, and the hospital administrator or his representative. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവിനെ മുൻപാലെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ ഡെത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അഡ്മിഷൻ ഓഫീസ് മുതലല്ലേ ഇപ്പോഴത്തെ അഡ്മിഷൻ ഓഫീസ് മുതൽ താഴത്തേക്ക് ഗെയിംസ് മെഡിക്കൽ അഡ്വൈസ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എല്ലാവരും നോക്കിയാ അഡ്മിഷൻ ഓഫീസർ എന്തൊക്കെയാ ഡ്യൂട്ടി? ഡയറക്റ്റ് അഡ്മിഷന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അബ്സ്കോൺ പേഷ്യന്റ് എന്താണ്? അബ്സ്കോൺ പേഷ്യന്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും പിന്നെ ഡിക്ലറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഈ 3 പോർഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കാണാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കിയാം. വായിച്ചിട്ട് പറയണോ കേട്ടോ. ബാക്കിയുള്ളവർക്ക് വായിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നമ്മളിനി പറയാൻ പോണത് ഈ മെഡിക്കൽ റെക്കോർഡ് ഫിസിഷ്യനൊക്കെ നോക്കി. സിന്ധുവിന് എന്താ ഡൗട്ട്? കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കംപ്ലീറ്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. നമ്മുടെ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം? ആരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഫിസിഷ്യൻ ആണ്, നമ്മൾ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ്. മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുകയും സൈൻ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ്. അദ്ദേഹം ഈ റെക്കോർഡ് ഡിസ്ചാർജിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മള് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ചെന്ന് അതെന്ത് ചെയ്യണം? ആ കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡും ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഫിസിഷ്യൻ ആണ്. ഒരു പേഷ്യന്റ് റെക്കോർഡും ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു പേഷ്യന്റ് റെക്കോർഡും ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. കാരണം ഫിസിഷ്യൻ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ അതെന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം കേട്ടോ. Physician have to complete the record before the discharge of the patient
whenever possible. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഫിസിഷ്യന്റെ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. Otherwise, they have to visit the medical record department continually to inspect all these discharge record for completion. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്ത പക്ഷം നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുകയും അവിടെ നിന്ന് ഈ ഡിസ്ചാർജ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. Patient record must not have been kept incomplete for more than 30 days. 30 ദിവസത്തിൽ കൂടുതൽ പേഷ്യന്റ് റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആയിരിക്കാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്, 30 ദിവസത്തിനുള്ളിൽ ആ റെക്കോർഡ് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഫിസിഷ്യനാണ്. ഫിസിഷ്യൻ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ അത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒരു പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് നേരിട്ട് ചെന്ന് ഏതൊക്കെ റെക്കോർഡാണ് ഡിസ്ചാർജ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡും ഇൻസ്പെക്ട് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഈ പേഷ്യൻസിന്റെ റെക്കോർഡ് മോർ ദാൻ 30 ഡേയ്സിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ആണ് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. നമുക്കൊരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ട്. അതൊരു മെഡിക്കൽ ആൽഫ ന്യൂമറിക്കൽ കോഡ്സിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പൊ ഈ കോഡുകൾ അനുസരിച്ച് വേണം നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും, ഇൻപേഷ്യന്റ് ആവട്ടെ ഔട്ട് പേഷ്യന്റ് ആവട്ടെ, എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ കോഡുകൾ അനുസരിച്ച് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യുന്നതും അതേപോലെ സൂക്ഷിച്ചു വെക്കുന്നത് ഈ കോഡുകളുടെ ബേസിലായിരിക്കണം. നോക്കാം, കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. All the patient record that include outpatient and inpatient cases have to code according to the latest international classification of disease and operations. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസും ഓപ്പറേഷൻസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെക്കോർഡുകൾ കോഡ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, സെയിം ഡിപ്പാർട്ട്മെന്റിലെ റെക്കോർഡുകളെല്ലാം ഒരുമിച്ച് സൂക്ഷിക്കണം. അങ്ങനെ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കോഡ് ചെയ്യാനായിട്ട്. ചേഞ്ചസ് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്. അപ്പൊ നമ്മളുടെ ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസ് എക്യുപ്മെന്റ്സ് ഇൻടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മെഡിക്കൽ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് വഴി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ കോഡുകൾ യൂസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, മെഡിക്കൽ റെക്കോർഡ്സുകൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് മിസ്സിംഗ് റെക്കോർഡ്. നമ്മൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ മിസ്സായി എന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മുടെ കയ്യിലൊരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇന്റർനാഷണൽ കോഡ് ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് നമുക്ക് ഉണ്ട്. ആ കോഡ് അനുസരിച്ച് വേണം നമ്മൾ ഈ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഔട്ട് പേഷ്യന്റ് ആവട്ടെ ഇൻപേഷ്യന്റ് ആവട്ടെ എന്ത് കേസും ആവട്ടെ, ആ റെക്കോർഡുകൾ നമ്മൾ ഈ ഒരു കോഡുകൾ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട്. മെഡിക്കൽ ആൽഫ ന്യൂമറിക്കൽ കോഴ്സ് ആണ്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ കോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് ഇന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആണെങ്കിൽ, ഇപ്പൊ സെയിം നേച്ചറിലുള്ള കേസുകളാണെങ്കിൽ ഒരുമിച്ച് അത് സൂക്ഷിച്ചു വെക്കും. അവന് ഒരു കോഡ് കൊടുക്കും, ഇന്ന കോഡ് മുതൽ ഇന്ന കോഡ് വരെ ഇന്ന കാര്യങ്ങളാണ്, ഡയഗ്നോസിസ് ആണ്, ഇന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ അതനുസരിച്ച് അവരെന്ത് ചെയ്യും, അത് കോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. ജസ്റ്റ് അങ്ങനെ ഒരു കോഡിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷന്റെ ബേസിലാണ് നമ്മൾ റെക്കോർഡുകൾ കോഡ് ചെയ്ത് സൂക്ഷിക്കാറ്. ഇനി നമ്മൾ എന്താണ് മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്? നമ്മുടെ സാധാരണ നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു കാര്യം പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അതൊരു ആ പ്ലേസിൽ ആ റെക്കോർഡ് കാണാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ അത് വെച്ചിരിക്കുന്നത് ആ ഒരു വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലേസ് ഉണ്ടാവും. ഇപ്പൊ നമ്പറിലാണ്, ഒരു 6 ഡിജിറ്റ് നമ്പറിലാണ് നമ്മൾ എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യണത്, ഫയൽ ചെയ്യണത്. അപ്പൊ ഈ ഫയൽ ചെയ്തതിൽ ആ ഒരു നമ്പർ മാത്രം മിസ്സിംഗ് ആണെങ്കിൽ അങ്ങനെ മിസ്സാവുന്ന റെക്കോർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോ അത് നോൺ റിസീവിംഗ് ആയിരിക്കും, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തപ്പോ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിലല്ല അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്പറുകൾ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ചിലപ്പോൾ റോങ് ഫയലിംഗ് ആയിരിക്കും, എഴുതിയ നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ആണ് നമുക്ക് എന്ത് വരുന്നത്, മിസ്സിംഗ് റെക്കോർഡുകൾ വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് റെക്കോർഡ് മിസ്സായി പോണത്.
ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞപ്പോ ആ റെക്കോർഡ് അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ പേഷ്യന്റ് റെക്കോർഡ് ഇല്ലാണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് എന്തായാലും മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ അത് റിറ്റെയിൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. സിമിലർ നമ്പർ ഫുൾ അദ്ദേഹത്തിന്റെ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും. അദ്ദേഹം അത് ഫയൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ റെക്കോർഡ് എവിടെ നിന്നാണ് എങ്ങനെയാണ് മിസ്സായത്, അത് എവിടെ നിന്നാണോ കണ്ടെത്തിയിട്ട് ഈ രണ്ട് റെക്കോർഡുകളും ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും ഒറിജിനൽ റെക്കോർഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയതായിട്ട് അല്ല നമ്മുടെ ഈ പഴയ റെക്കോർഡിലേക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിന്റെ ഡാറ്റാസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഞാനൊന്നുകൂടി പറയാം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റെക്കോർഡുകൾ മിസ്സായി പോയി, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തില്ല എങ്കിൽ നമ്മൾ അതിനെ മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയും. ചിലപ്പോൾ അത് നോൺ റിസീവിംഗ് ആയിരിക്കും, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ട് ഫയൽ ചെയ്തതോ അല്ലെങ്കിൽ പ്രോപ്പർ പ്ലേസിലോ അത് പ്ലേസ് ചെയ്തതായിരിക്കും കാരണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് അവിടെ ഇൻപേഷ്യന്റ് സർവീസിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ റെക്കോർഡ് ഇല്ലാത്ത പേഷ്യന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണയായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനെയാണ് ഈ ഉത്തരവാദിത്തം. മൊത്തം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസറാണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ഒരു ഡ്യൂപ്ലിക്കേറ്റ് അർജന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് സെയിം സീരിയൽ നമ്പറും സെയിം ഐഡി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ പഴയ റെക്കോർഡ് എന്ത് ചെയ്യും, ട്രാക്ക് ഔട്ട് ചെയ്യും, കണ്ടുപിടിച്ചിട്ട് ഈ ഇപ്പൊ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത റെക്കോർഡിലത്തെ ഡീറ്റെയിൽസും പഴയ റെക്കോർഡും കൂടി കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ചെയ്ത് സൂക്ഷിക്കും. നോക്കാട്ടെ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. Some percentage of files do not have the specific place where they are assumed to be. നമ്മൾ എവിടെയാണോ ഫയലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റില്ല. This could be owing to the not receiving, not keeping in proper place and wrongly filing. ചിലപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെ ആവാം, നോട്ട് റിസീവിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് കീപ്പിംഗ് ഇൻ പ്രോപ്പർ പ്ലേസ്, കറക്റ്റ് ആയിട്ട് സ്ഥലത്തല്ല നമ്മൾ അത് എന്ത് രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണമെങ്കിൽ. അതേപോലെ റോങ് ഫയലിംഗ്, നമ്മൾ നമ്പർ എഴുതിയപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ. In such circumstances, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ when a patient attend either for outpatient or inpatient service, inpatient അവിടെ outpatient സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. It will be difficult to provide treatment without a patient record. നമുക്ക് patient record ഇല്ലാണ്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. So the MRO, full form എഴുതി വെച്ചാൽ medical record officer, might be able to get back them later. അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ റെക്കോർഡ് പിന്നീട് വീണ്ടെടുക്കേണ്ടതായിട്ട് വരും. ബട്ട് അറ്റ് ദ സ്റ്റേജ് ദാറ്റ് ഓൺലി ദ ഓപ്ഷൻ ഫോർ ഹിം. ഇപ്പൊ പ്രസന്റിൽ അദ്ദേഹത്തിന് ആകെ ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നത് എന്താണ്, ടു ക്രിയേറ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്. അദ്ദേഹത്തിന്റെ ഓപ്ഷനുകൾ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം വിത്ത് എ സിമിലർ നമ്പർ ആൻഡ് വിത്ത് ഓൾ ഏർലിയർ ഐഡി ഡാറ്റ. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഒപ്പീനിയൻ ആണ്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള ഇതാണ് ഓപ്ഷൻ എന്നാണ് കണ്ടത്. നോക്കട്ടെ കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. നിങ്ങള് ഒപ്പീനിയൻ എന്നുള്ളത് ഓപ്ഷൻ ആക്കിക്കോ, അതാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഫോർ ഹിം, ഓപ്ഷൻ ആണ്. അദ്ദേഹത്തിന്റെ ആകെ ഒരു ഓപ്ഷൻ എന്തായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സെയിം സിമിലർ നമ്പർ വെച്ചിട്ട് നമ്മുടെ പേഷ്യന്റെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടാവും, അതിന്റെ നമ്പർ വെച്ച് അദ്ദേഹത്തിന്റെ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഴയ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. The duplicate record should not be kept by the MRO without filing. നമ്മളത് ഫയൽ ചെയ്യില്ല, ഫയലിൽ സൂക്ഷിക്കില്ല. ഈ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ പഴയ റെക്കോർഡ്, ഒറിജിനൽ റെക്കോർഡ് നമ്മൾ എന്തെങ്കിലും ട്രാക്ക് ഔട്ട് ചെയ്യും, എവിടെയാണത് മിസ് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിച്ച ആ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടെടുക്കും.
എന്നിട്ട് നമ്മൾ ഈ രണ്ട് റെക്കോർഡ് ഡീറ്റെയിൽസ് ഒറിജിനൽ റെക്കോർഡിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, എന്നിട്ട് ഫയൽ ചെയ്യുള്ളൂ. And combine all these forms of duplicate record into the original record and then record must be filed. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന റെക്കോർഡ് ഫയൽ ചെയ്യുന്നത്. ഓക്കെ ആണോ എല്ലാവരും? ഒന്ന് വായിച്ചു നോക്കി. ഇത്തിരി മിസ്സിംഗ് റെക്കോർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതൊക്കെ മാർക്ക് ചെയ്ത് പഠിച്ചു. കാരണം എന്താണെന്നറിയാവോ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയത് മാത്രം പഠിച്ചു പോകണമെങ്കിൽ നല്ലത്. കാരണം എല്ലാ ചാപ്റ്റേഴ്സും ഭയങ്കര ലെങ്തി ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ നല്ലതായിരിക്കും കേട്ടോ. ഭയങ്കര മിസ്സിംഗ് റെക്കോർഡ് ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചു കാണുന്നു, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. MRO എന്ന് വെച്ചാൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. MROന്റെ ഫുൾ ഫോം എഴുതി വെച്ചോട്ടാ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കേട്ടോ. MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി നെക്സ്റ്റ് ആണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്. എന്താ മൾട്ടിപ്പിൾ റെക്കോർഡ്? ആ പേഷ്യന്റ് നെയിമില് നമുക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എന്ത് പറയണത്? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ് ആണ്. ഒന്നിലധികം റെക്കോർഡ് ആ പേരിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു പേഷ്യന്റ് ഒറ്റ റെക്കോർഡേ പാടുള്ളൂ. ഒറ്റ റെക്കോർഡും 1 നമ്പറേ പാടുള്ളൂ. ചിലപ്പോ ഇംപ്രോപ്പർ ആയിട്ടുള്ള കെയർലെസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ സിസ്റ്റം കാരണം അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളുടെ കെയർലെസ് മൂലമായിരിക്കും എങ്ങനെ വരുന്നത്, ഈ നമ്മൾ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ്സ് വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ഒറ്റ റെക്കോർഡ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി അനുസരിച്ച് ഒരു റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കുകയും ബാക്കി എല്ലാ റെക്കോർഡിലെ ഡീറ്റെയിൽസും ഈ റെക്കോർഡിനോടൊപ്പം എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുകയും ചെയ്യാറ്. നോക്കാം, ഒന്നുകൂടി ഞാൻ പറയാം. സാധാരണയായിട്ട് പേഷ്യൻസിന് ഒറ്റ റെക്കോർഡും ഒറ്റ നമ്പറേ പാടുള്ളൂ. ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരാൻ ചാൻസ് ഉണ്ട്. പേഷ്യന്റെ പേരിൽ തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരും. അത് മെയിൻ ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് സ്റ്റാഫുകൾ കേരളത്തിൽ മൂലമാണ് സംഭവിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് പേഷ്യൻസിന്റെ ഒറ്റ ഒരു റെക്കോർഡ് മാത്രം കീപ്പ് ചെയ്യേണ്ടതും ബാക്കി എല്ലാ റെക്കോർഡും ക്യാൻസൽ ചെയ്ത് കളയുന്നതായിട്ട് വരും. ഈ റെക്കോർഡ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രയോറിറ്റി ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്. ഈ റെക്കോർഡ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി മെഡിക്കൽ ലീഗൽ കേസ് അല്ല മെഡിക്കൽ ലീഗൽ കേസിനുള്ള റെക്കോർഡ് ആണെങ്കിൽ അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഒക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത്. പിന്നെ പറയുന്നത് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒബ്സ്ട്രറ്റിക് പ്രസവചികിത്സ റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. എന്ത് ചെയ്യും? മെഡിക്കൽ ലീഗൽ കേസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസ് മെയിൻ ആയിട്ട് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇതിനോടൊപ്പം എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ഇത് മെഡിക്കൽ ലീഗൽ കേസ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒബ്സ്ട്രറ്റിക് പ്രസവചികിത്സ റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡാണെങ്കിൽ ബാക്കി എല്ലാ റെക്കോർഡും ഇതിനോടൊപ്പം എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. തേർഡ്ലി എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പേഷ്യന്റിന് എന്തെങ്കിലും അന്വേഷണത്തിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ അപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത റെക്കോർഡാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ റെക്കോർഡ് ബാക്കി എല്ലാ റെക്കോർഡും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്യും. ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ റെക്കോർഡ് ഏതാണ് അത് നമ്മൾ എന്തെടുക്കും? മെയിൻ റെക്കോർഡായിട്ട് എടുത്തിട്ട് ബാക്കി എല്ലാ റെക്കോർഡിലെ ഡീറ്റെയിൽസും ഇതായിട്ട് എന്ത് ചെയ്യും?
കമ്പൈൻ ചെയ്തിട്ട് ബാക്കി എല്ലാ റെക്കോർഡുകൾക്കും ഒരു ക്രോസ് നമ്പർ ഫയൽ ചെയ്യും. എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഈ റെക്കോർഡിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റെക്കോർഡുകളോ എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതിനോടൊപ്പം റീറ്റെയിൻ ചെയ്ത് വെക്കും. മൾട്ടിപ്പിൾ മെയിൻ റെക്കോർഡിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും. നമുക്ക് നോക്കാം കേട്ടോ. Generally, each patient should have one record and one number. സാധാരണ രീതിയിൽ ഒരു പേഷ്യന്റിന് ഒറ്റ റെക്കോർഡും ഒറ്റ നമ്പറേ പാടുള്ളൂ. Due to improper system or careless of the medical record department staff. MRD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ചെറുതാക്കി പറയണേണ്ട. The patient may have the more than one record. അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ പേഷ്യൻസിന് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാവും. In that circumstances, it becomes compulsory to retain one record by cancelling others. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബാക്കി പേഷ്യൻസിന്റെ റെക്കോർഡ് റിറ്റെയിൻ ചെയ്യും, ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. This suitable procedure are retain a record as priority. മെയിൻ റെക്കോർഡ് പ്രയോറിറ്റി ബേസിൽ നമ്മൾ ഒരു റെക്കോർഡിന് പ്രയോറിറ്റി കൊടുത്ത് ആ റെക്കോർഡിലേക്ക് ബാക്കി എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യാറാണ് പതിവ്. വിച്ച് ഈസ് മെഡിക്കൽ ലീഗൽ ഇൻ നേച്ചർ. ആദ്യം മെഡിക്കൽ ലീഗൽ ആയിട്ട് ചെയ്യണ ഫയൽ ഉണ്ടെങ്കിൽ അത് ആദ്യം അതൊക്കെ സൂക്ഷിക്കണം. കാരണം ഭാവിയിലേക്ക് എന്തെങ്കിലും കേസോ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കൽ ലീഗൽ കേസിന് കൊടുക്കാറ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒബ്സ്റ്ററ്റിക് ആണ്. നമ്മൾ പ്രസവ ചികിത്സയായിട്ട് കഴിക്കേണ്ട റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും മെഡിക്കൽ ലീഗൽ കേസ് ഇല്ലെങ്കിൽ അതായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. തേർഡ് അഡ്മിറ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. ഫോർത്ത് ഏറ്റവും പഴയതിന് നമ്മൾ എന്ത് ചെയ്യും പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ദ റിമൈനിങ് റെക്കോർഡ് മസ്റ്റ് ബി ക്യാൻസൽ. ബാക്കിയുള്ള എല്ലാ റെക്കോർഡുകളും നമ്മൾ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും. ആൻഡ് ഗീവ് എ ക്രോസ് റെഫറൻസ് നമ്പർ. എന്തൊരു ക്രോസ് റെഫറൻസ് നമ്പർ ഈ റെക്കോർഡിന്റെ നമ്പറും കൂടെ അത് ക്രോസ് ചെയ്ത് കൊടുക്കും. Bring all the documents that include in the investigation into the retained record. അതിൽ നമ്മൾ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്ത എല്ലാ റെക്കോർഡ് ഡീറ്റെയിൽസും ഓൾ ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിലേക്ക് റീറ്റെയിൻ ചെയ്ത റെക്കോർഡിലേക്ക് എന്ത് ചെയ്യും മാറ്റുകയും ചെയ്യും. ഓക്കെ, ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കട്ടെ നിങ്ങൾ. കാരണം എന്താണ് വായിച്ചു നോക്കാൻ മനസ്സിലാവും. എല്ലാ പേഷ്യൻസിനും ഒറ്റ റെക്കോർഡ് പാടുള്ളൂ. ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരികയാണെങ്കിൽ ഒരു റെക്കോർഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും കമ്പൽസറി ആയിട്ട് റിറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാ റെക്കോർഡും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മളൊരു പ്രയോറിറ്റി ബേസിലാണ് ഇത് എന്ത് ചെയ്യണത് ക്ലാസിഫൈ ചെയ്യണത്. നമുക്ക് മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ട് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ബേസ് ആയിട്ട് എടുത്ത് ബാക്കി എല്ലാവരും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യാറാണ് പതിവ്. ഇനി മെഡിക്കൽ ലീഗൽ കേസ് ഇല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ ഈ പേഷ്യന്റിന് ഒബ്സ്റ്ററ്റിക്സ് ചില പ്രസവ ചികിത്സയായിട്ട് ലീഗൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ബേസ് ആയിട്ട് എടുക്കും ബാക്കി എല്ലാവരും ഇതിലേക്ക് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യും. തേർഡ് ഈ അതുമില്ല പ്രസവ ചികിത്സയായിട്ട് ലീഗൽ റെക്കോർഡും ഇല്ല. തേർഡ് എന്താണ് അഡ്മിറ്റ് റെക്കോർഡ് ഉണ്ട്. പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് ബേസ് ആക്കി എടുത്ത് ബാക്കി എല്ലാ റെക്കോർഡും ഇതിലേക്ക് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്തു. അതും ഇല്ലെങ്കിൽ ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് ഏറ്റവും പഴയ റെക്കോർഡ് ഏറ്റവും ഓൾഡസ്റ്റ് ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പഴയ റെക്കോർഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. ബാക്കി എല്ലാ റെക്കോർഡ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു റെക്കോർഡിലേക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഈ ഒരു റെക്കോർഡിലേക്ക് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്ത് വെക്കും. ദെൻ ഈ പഴയ ക്യാൻസൽ ബാക്കി എല്ലാ റെക്കോർഡും ക്യാൻസൽ ചെയ്യും. അതൊരു ക്രോസ് റെഫറൻസ് നമ്പർ നമ്മൾ എന്ത് ചെയ്യും എഴുതി വെക്കുകയും ചെയ്യും. കാരണം ക്രോസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡിൽ പോയി നോക്കാനായിട്ടുള്ള രീതിയിൽ ക്ലോസ് നമ്പർ കൊടുക്കും. നമ്മൾ ബേസ് ആയിട്ട് എടുത്ത റെക്കോർഡിന്റെ നമ്പർ ക്ലോസ് നമ്പർ ആയിട്ട് കൊടുക്കും. ഒന്ന് വായിച്ചിട്ടില്ല ഒരു ഓക്കെ ക്ലിയർ ആണത്? ഓക്കെ ആണല്ലേ? ഓക്കെ. ഇനി സപ്ലൈ ഓഫ് റെക്കോർഡ് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് കുറച്ച് ആൾക്കാർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തൊക്കെ കാര്യമാണ് നോക്കാം. It is the responsibility of the medical record department to supply medical record to authorized persons. നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പാടുള്ളൂ
സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ്സ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി മാത്രമേ നമ്മൾ പേഷ്യൻസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് പറയുന്നത് പേഷ്യന്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാം. മെഡിക്കൽ ലീഗൽ കേസ്, മെഡിക്കൽ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസ്, എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത്. മെഡിക്കൽ ലീഗൽ കേസ് ഇതിലും മെഡിക്കൽ ആയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ സൂസൈഡ്സ്, ഹോമിസൈഡോ അല്ലെങ്കിൽ റേപ്പോ ആക്സിഡന്റ്സോ അതൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആണ്, മെഡിക്കൽ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കേസ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമ്മളത് ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുക. ആ റെക്കോർഡ് നമ്മൾ പോലീസിന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് that including investigation and financial ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ് നമ്മൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബെറ്റർ ഒപ്പീനിയൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റിംഗ് ഫിസിഷ്യൻ റെഫറൻസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് ഒക്കെ വെക്കാറുണ്ട്. ഒരു എല്ലാവരും ഒരുമിച്ച് മീറ്റിംഗ് ഒക്കെ വെച്ചു ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്, സപ്ലൈ ചെയ്യാറുണ്ട്. ഇൻ കേസ് വേറെ ഒരു കേസാണ് എഡ്യൂക്കേഷൻ പർപ്പസിനും റിസർച്ച് പർപ്പസിനും നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എടുക്കാറുണ്ട്. PG സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓരോ പേഷ്യൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അവരെന്നിട്ട് അതില് പ്രൊജക്ടേഴ്സ് അതിനെ തീസിസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഇവർക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്രൊവൈഡ് ചെയ്താൽ പോലും കൊടുക്കാറുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വിട്ടു പോകാനായിട്ട് പാടില്ല. In the case of medical education and research, the record should not be sent out of MRD. എന്നുവെച്ചാൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, നോട്ട് സെൻഡ് ഔട്ട്, പുറത്തേക്ക് അത് കൊടുക്കാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മുടെ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തീസിസ് ഒക്കെ തയ്യാറാക്കാണെങ്കിലും ആ മെഡിക്കൽ റെക്കോർഡ് നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് റെഫറൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഇനി സപ്ലൈ ഓഫ് റെക്കോർഡാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ച് നല്ല കോൺഫിഡൻസിയോട് കൂടി എന്നുവെച്ചാൽ അത്ര സീക്രസിയോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമ്മൾ ഈ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ കെയറിന്റെ കേസിലാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും, മെഡിക്കൽ ലീഗൽ കേസിലേക്കാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിലേക്കാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ക്ലിനിക്കൽ മീറ്റിംഗ് പേഷ്യന്റിന് റിലേറ്റഡ് ചെയ്യണം എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മീറ്റിംഗിലെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അല്ലാത്ത പക്ഷം എഡ്യൂക്കേഷൻ പർപ്പസിനും റിസർച്ചിനും വേണ്ടി നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ആ റെക്കോർഡ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. ഇത്രയുമാണ് സപ്ലൈ ഓഫ് റെക്കോർഡിൽ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ. മെഡിക്കൽ ലീഗൽ കേസ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഞാൻ രണ്ടുമൂന്നെണ്ണമൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന മെഡിക്കൽ ലീഗൽ കേസ് എന്തൊക്കെയാണ്? ആർക്കൊന്നും അറിഞ്ഞൂടാ. ലീഗൽ കേസ് ആക്സിഡന്റ് ഒക്കെയാണ്, റേപ്പ് ശരിയാണ്, പിന്നെ സൂയിസൈഡ് ശരിയാണ്, പോയിസൺസ് കേസ് ശരിയാണ്. ഓക്കെ, ഹോമിസൈഡ് എന്ന് പറയും നരഹത്യ, നിങ്ങൾ കേട്ടോ ഹോമിസൈഡ്? മർഡർ ശരിയാണ്, ഹോമിസൈഡും മർഡറും ഒന്നാണ്. ഓക്കെ, ഇത്രയും കേസുകളൊക്കെ വന്നത് എന്താണ്, നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കേസായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോ മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ട് പേഷ്യൻസ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ അത് മെഡിക്കൽ ലീഗൽ കേസ് ആണ് കേട്ടോ. എന്തെങ്കിലും കേസ് ട്രീറ്റ്മെന്റിൽ പിഴവ് വന്നാലും അത് മെഡിക്കൽ ലീഗൽ കേസ് ആണ് കേട്ടോ. കറക്റ്റ് ആണേ. അപ്പോ മെഡിക്കൽ ലീഗൽ കേസുകൾ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ നമ്മൾ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കീഴിൽ നമ്മൾ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ രജിസ്റ്ററിന്റെ പേരാണ് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ. അപ്പൊ ഈ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രജിസ്റ്ററിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. There should be Central Medical Legal Register retained in Accident and Emergency Department under the control of Chief Medical Officer.
ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളില് AE ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മൾ പേഷ്യൻസിന്റെ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാറ്. ഓൾ മെഡിക്കൽ ലീഗൽ കേസസ് admitted from casualty, outpatient, inpatient service must be registered in Central Medical Legal Register. നമുക്ക് ഇൻപേഷ്യന്റ് ആയിട്ട് ഔട്ട്പേഷ്യന്റ് ആവട്ടെ കാഷ്വാലിറ്റിയിൽ റെക്കോർഡ് ചെയ്യണം, രജിസ്റ്റർ അഡ്മിഷൻ എടുക്കണം. മെഡിക്കൽ ലീഗൽ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിലാണ്. ഇനി നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ റെക്കോർഡ് മേലെ അഫക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് അഫക്സ് ചെയ്യുന്നതിന് വരും. A medical legal stamp has to affix on each registered case. ഈ കേസുകൾ രജിസ്റ്റർ റെക്കോർഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യണം. ലീഗൽ കേസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലീഗൽ അതോറിറ്റിയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് അതിന് എന്ത് ചെയ്യണം? അഫക്സ് ചെയ്യേണ്ടതായിട്ട് വരും. The complete medical legal register has to be kept under the custody of MRO. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് AE ഡിപ്പാർട്ട്മെന്റ് ആണ്. ആർക്ക് കയ്യിലാണ് സൂക്ഷിക്കേണ്ടത്? അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസറിന്റെ കയ്യിലായിരിക്കും അത് എന്ത് ചെയ്യണത്? സൂക്ഷിച്ചു വെക്കേണ്ടത്. ആ ഓഫീസറിന് നമ്മൾ പറയുന്ന പേരാണ് MRO. നമ്മൾ പഠിച്ചു MRO ആരാണ്? MRO ആരാണ്? MRO ആരാണ്? നേരത്തെ മറന്നിട്ടില്ല ഫുൾ ഫോം മറന്നുപോയാ? മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ. MRO ആണ് ഈ പറഞ്ഞിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ സൂക്ഷിച്ചു വെക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനാണ്. കാരണം ഇത് ലീഗൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ അതൊക്കെ ഭദ്രമായിട്ട് അത് സൂക്ഷിച്ചു വെക്കണം. അത് മിസ്സാവാനൊന്നും പാടില്ല. കാരണം രജിസ്റ്റേർഡ് കേസാണ്, അതിന് തെളിവാണ് നമ്മുടെ കയ്യിലുള്ള ഈ റെക്കോർഡ് എന്ന് പറയുന്നത്. നോക്കാട്ടാ. The complete Central Medical Legal Register has to be kept under the custody of MRO. All medical legal case which are registered in the hospital, നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ലീഗൽ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ should ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AE ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ നമ്മൾ ഡ്യൂട്ടീസ് ഒക്കെ പഠിക്കും. നമ്മൾ മെഡിക്കൽ ഓഫീസറാണ്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. എല്ലാ ഓവറോൾ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഓഫീസറാണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് MRO എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ആര്? MRO എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ പഠിക്കൂട്ടാ. ഇനി വരുന്ന ചാപ്റ്ററിൽ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കാട്ടോ. പിന്നെ ഈ ജസ്റ്റ് പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു വെക്കാം. All medical legal cases which are registered in the hospital should be intimated to the police through the hospital administrator. നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ ലീഗൽ കേസ് എന്ത് ചെയ്തു? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന നമ്മൾ ആരുടെ അടുത്ത്? പോലീസിന്റെ അടുത്തേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. To make sure that medical legal case are record are completed. നമ്മൾ മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയി ഉറപ്പ് വരുത്തുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പോലീസിനെ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഫർമേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന പോലീസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് മെഡിക്കൽ മെഡിക്കൽ ലീഗൽ കേസ് റെക്കോർഡ് കംപ്ലീറ്റ് ആവുന്നത്. These have to be kept safe custody of the responsible officer in medical record department. നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ആരുടെ കയ്യിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അദ്ദേഹത്തിന്റെ കയ്യിൽ സേഫ് ആയിട്ട് അതെന്ത് ചെയ്യണം? ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വരും. ഒന്ന് വായിച്ചു നോക്കിയേ. സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ സപ്ലൈ ഓഫ് റെക്കോർഡും ഫസ്റ്റ് പോയിന്റ് അല്ലെ. നമ്മള് ഹോസ്പിറ്റലില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമ്മൾ എന്ത് ചെയ്യണം? ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ആണ് മെയിൻറ്റെയിൻ. ഇനിയിപ്പോ മെഡിക്കൽ ലീഗൽ കേസസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റേഴ്സ് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്
ഉള്ളൊരു വ്യക്തിയാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇത് എഴുതി തയ്യാറാക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. ഈ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണത്, റെക്കോർഡ് അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസിലായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ റെക്കോർഡിൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് അത് മെഡിക്കൽ റെക്കോർഡിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ആരുടെ കസ്റ്റഡിയിലായിരിക്കും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലായിരിക്കും. ഇനി ഇങ്ങനെ ഞാനൊരു കേസ് റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് പോലീസിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ കേട്ടോ. ഞാൻ ചോദിക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ റീറ്റെയിൻ ചെയ്യേണ്ടത്, എവിടെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ചോദിക്കാനുള്ള ചാൻസ്. അപ്പൊ നിങ്ങൾ നോക്കി നന്നായിട്ട് വായിച്ചു നോക്കി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാട്ടെ, ഫുള്ള് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് പോർഷൻസ് എടുക്കുന്നുള്ളൂ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വായിച്ചു നോക്കാട്ടെ, എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. റിലീസ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഇന്ന് തീരില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻ എടുക്കാം. ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറഞ്ഞാല് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് അഡ്മിഷൻ, നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് അഡ്മിഷന്റെ സമയത്ത് ഇങ്ങനെ മെഡിക്കൽ എന്തെങ്കിലും കേസുകളായിട്ട് ടേക്ക് ചെയ്യണതാണ് പേഷ്യന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വാർഡ് മാനേജർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആർക്കായിരിക്കും ലൈബ്രറി വരുന്നത്? വാർഡ് മാനേജർക്കായിരിക്കും ലൈബ്രറി ഉണ്ടാവുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ ഈ വാർഡ് മാനേജർ എന്ത് ചെയ്യണം, നമ്മുടെ പോലീസിനോടോ അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റീസിനോടോ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് മാനേജറിനാണ്. അത് എപ്പോഴാണ് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് ഡയറക്റ്റ് അഡ്മിഷന്റെ കേസിൽ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് വരുന്ന പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അഡ്മിഷൻ വഴിയാണെങ്കിൽ നമ്മൾ ആര് വഴി, വാർഡ് മാനേജർ വഴി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. അതൊന്നും നല്ല രീതിയിൽ പഠിക്കണം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ഇമ്പോർട്ടന്റ് ആണ്. അബ്സ്കോൺ പേഷ്യന്റ് നന്നായിട്ട് വായിക്കണം. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നന്നായിട്ട് വായിക്കണം. ഡിക്ലറേഷൻ ബൈ പേഷ്യന്റ് വായിക്കണം. കംപ്ലീറ്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡിംഗ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത്രയും നന്നായിട്ട് ഒന്ന് വായിക്കാം എല്ലാവരും കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.